ഇന്ന് വേറൊരു നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മണ്ഡലയാട്ടോ വരയ്ക്കാൻ പോകുന്നത്. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാനത് സെൻറ്ററിൽ വെച്ചിട്ട് ഐ എം ജസ്റ്റ് ഗോണ ഡ്രോ. ഈ ഔട്ടറിൻ്റെ ഉള്ളിലാണ് മേജറായിട്ട് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി അപ്പോൾ താഴെ രണ്ട് ഹില്ലി ടൈപ്പിലുള്ള ഇമേജ് ആട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഒരു ചെറിയ കുന്ന് പോലെ കൊണ്ടുവന്ന് ഇവിടെ എത്ര നിർത്തി. ഈ കുന്നിനെ നമ്മൾ രണ്ട് സൈഡാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ അവസാനിപ്പിച്ചു. ഇതാണ് ഫസ്റ്റത്തെ ഹില്ല്. അടുത്തത് ഇങ്ങനെ കൊണ്ടുവന്നു, എന്നിട്ട് അത് ഇവിടെ തന്നെ അവസാനിച്ചു. ഇനി അവിടെ നിന്ന് ഇങ്ങനെ. അപ്പോൾ രണ്ട് ഡയറക്ഷനിലായി. ഇനി നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു സർക്കിൾ വരയ്ക്കണം, ചെറിയൊരു സർക്കിൾ. അപ്പോൾ ആ ചെറിയ സർക്കിൾ വരയ്ക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ ബ്ലാക്ക് കൊണ്ട് വരയ്ക്കാൻ കാരണം അവിടെ നമ്മൾ ഓൾറെഡി ബ്ലാക്കാണ്. അപ്പോൾ ഇതൊരു സണ്ണ ഹിൽസിൻ്റെ ഇടയിൽ കൂടെ വരുന്ന പോലെയാവും. അതിനൊരു ഔട്ടർ ലെയർ കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ള സർക്കിൾസൊക്കെ നമ്മൾ എപ്പോഴത്തെയും പോലെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. ഇപ്പുറത്ത് ഈ പെൻസിൽ കൊണ്ട് വരച്ചതിലേക്ക് ഒരു തുള്ളി പോലും ആവാതെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവാതെ കേട്ടോ. ഇതാണ് ഇനി ഔട്ടർ വരയ്ക്കാൻ. ഇനി നമുക്ക് ഫില്ലിങ്ങും കാര്യങ്ങളുണ്ട്. അതിന് മുന്നേ ഇതും കൂടെ ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻസും ഫില്ലിങ്സും ഒക്കെ എത്ര വരുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടും. കണ്ടോ? ഇങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ഔട്ടർ ലെയർ വരുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇത്തവണ ചേഞ്ചിന് ഇതിൽ വേണ്ട കളേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ക്രയോൺസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ബിക്കോസ് ഇതിനൊരു പർട്ടിക്കുലർ കളർ തീമുണ്ട്. ആ കളർ തീം നമ്മൾ ക്രയോൺസ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. നമുക്ക് ടേക്ക് യെല്ലോ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ കൊടുക്കുക. നമ്മൾ ഇതിനകത്തും യെല്ലോ തന്നെയാണ് കൊടുക്കുന്നത്. ചെറിയൊരു ചേഞ്ച് ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ദർ ഇസ് നോ അതർ വേറെ കളറൊന്നുമല്ല, ഈ യെല്ലോ തന്നെയാണ് ഇതിൽ വേണ്ടത്. ഇതിൻ്റെ ഇപ്പുറത്തതിലും കംപ്ലീറ്റ്ലി യെല്ലോ തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ക്രയോൺസ് യൂസ് ചെയ്തുകൊണ്ടാണ് ആദ്യമേ ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തത്. കാരണം ക്രയോൺസ് വരച്ചതിന് ശേഷം നമ്മൾ ഔട്ട്ലൈൻ ഇടാൻ നോക്കി അവിടെ കറക്റ്റായിട്ട് വരില്ല. അതെപ്പോഴും നല്ല സ്മഡ്ജായിട്ട് പോകും, തെളിയാതെയൊക്കെ വരും. ഇനി അടുത്തത് നമുക്ക് ടേക്ക് ഓറഞ്ച് ഇവിടെയാണ് വരുന്നത്. നമുക്കിതൊക്കെ ഏത് കളേഴ്സ് തന്നെ ആയിരിക്കണം. പക്ഷേ മീഡിയം ക്യാൻ ബി ഡിഫറൻറ്റ്. സ്കെച്ചോ കളർ പെൻസിലോ ഏതാ വേണ്ടത് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടും ഓറഞ്ച് ആൻഡ് ഇവിടെ രണ്ട് യെല്ലോ കൊടുക്കും. ഇനി നെക്സ്റ്റ് ടൈം പറഞ്ഞ ടേക്ക് പിങ്കാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊരു മോഡേൺ ആർട്ട് വൈബിലുള്ള തീമിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഫുൾ മണി പിങ്ക് കൊടുത്തു. ഇനി ഞാൻ എടുക്കാവുന്നത് ബ്രൗണാണ്. ആ ബ്രൗൺ ഞാൻ ഇവിടെ കൊടുത്തു.
അപ്പോൾ ഇതിൻ്റെ ഈ ഡെക്കറേഷൻ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഫുൾ വരയ്ക്കാനാണ്. ഇത്രയാണ് നമുക്ക് മേജറായിട്ട് ഇതിൽ ഫില്ല് ചെയ്യണം. പിന്നെ ഒരു ഭാഗം കൂടെ കളർ ചെയ്യാനുണ്ട്. അത് ബ്ലാക്കാണ്, കംപ്ലീറ്റ്ലി ബ്ലാക്കാണ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിൽ ഫുൾ ബ്ലാക്ക് കൊടുക്കുക. അവിടെ കംപ്ലീറ്റ് ഫില്ല് വരുന്നത് ഞാൻ ഇതിൻ്റെ ഒരു തീമിൽ ഒരേ യൂഷ്വലി വേണമെങ്കിൽ മാർക്കേഴ്സ് ബ്ലാക്ക് സ്കെച്ചൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഈ ഒരു തീമിൽ എല്ലാം ഒരേപോലെ യൂണിഫോമായിട്ട് പോട്ടെ എന്ന് പറയുമ്പോൾ ഫില്ലിങ്സിന് ഇതിലും ക്രയോൺസ് തന്നെ യൂസ് ചെയ്തു എന്നാണ്. കുറേ കാലം ക്രയോൺസൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്രശ്നം കാണുന്നുണ്ട് എനിക്ക്. നമ്മൾ മറ്റ് സ്കെച്ചൊക്കെ യൂസ് ചെയ്യുന്ന പോലെയല്ല, ക്രയോൺസ് കുറച്ചൊരിത്തിരി മെസ്സിയല്ലേ. സോ ദിസ് ഇസ് ഓവർ. ഇനി നമുക്ക് വരയ്ക്കാനുള്ള പാർട്സാണ് കേട്ടോ ഉള്ളത്. നമുക്ക് അതിലേക്ക് പോകാം. ഇനി ഈ മണ്ടലേക്കൊക്കെ വരയ്ക്കാൻ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. റാദർ ദാൻ നമ്മൾ മുന്നേ വരയ്ക്കുന്നത് പോലെയല്ല, കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇതിൽ നമ്മൾ വരയ്ക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ഇങ്ങനെ വരച്ചു ഉരുള. അടുത്തത് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ വേവ്സ് പോലെ വരണം, പക്ഷെ അതിങ്ങനെ കേർവ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിനെയൊക്കെ നമുക്കൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ നടുവിലാണ് നമുക്ക് ഇനിയൊരു പാറ്റേൺ വരും. ഇതിൽ വരയ്ക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെയാണ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നൊരു മണ്ഡലമായിട്ട്. മൂന്ന് ലൈൻസ് അതിൻ്റെ ഓരോ മുകളിൽ ഈച്ച് ഡോട്ട്സ്. ഇത്രയുള്ള ഇന്നത്തെ മണ്ഡലം. ദിസ് ഇസ് ഇറ്റ്. വെരി ക്വിക്കായിട്ടൊരു 10-15 മിനിറ്റിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നൊരു മണ്ഡല ആർട്ടാണ് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.